പപ്പ എനിക്ക് പപ്പയോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. മൊത്തം കേൾക്കാതെ ചാടിക്ക് റിയാക്ട് ചെയ്യും. നീ ആദ്യം കാര്യം പറ, എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നൊക്കെ അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കും. എനിക്ക് മടത്തിപ്പറമ്പിൽ നമ്മുടെ ബിനോയങ്ങളുടെ മോള് സേറെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവളെ മാത്രമേ കല്യാണം കഴിക്കൂ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന തുല്യം മണി ഞാൻ എന്തോ ഈ കേൾക്കുന്നത്. ഇതാ ഞാൻ പപ്പയോട് പറഞ്ഞു ഓവർ റിയാക്ട് ചെയ്യില്ലെന്ന്. ഞാനിപ്പോ നല്ലവണ്ണം പഠിക്കുന്നുണ്ടോ? ക്ലാസ്സിൽ ഫസ്റ്റ് ആണോ? അതൊക്കെ ശരി തന്നെ. എന്നോട് പറയാനുള്ള വർത്താനമാണോ നീ ഇപ്പൊ പറഞ്ഞു? എനിക്ക് സേറെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവളോട് പോലും പറയാതെ ഞാൻ പപ്പയോട് വന്ന് പറഞ്ഞത്. അത് തെറ്റാണോ? ചേട്ടാ നീ ഇത് അവളോട് പറയണ്ടേ, എന്നോട് എന്താണ് എന്ന് പറഞ്ഞത്? എന്റെ വീപ്പ് കയറ്റാനോ? പപ്പ USA പോയി MBA എടുത്തിട്ട് അവിടെ തന്നെ സെറ്റിൽ ആവാനാണ് എന്റെ പ്ലാൻ. ഒരു അമേരിക്കക്കാരന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്ന് വിനോയങ്ങൾ പറയൂ. എടാ കോടാഴ്ചയൊക്കെ നീ പറയുന്നതൊക്കെ സത്യമായിരിക്കും. അതിന് ഞാൻ എന്തോ ചെയ്യാനാ? എനിക്കിപ്പോ പ്രേമിച്ചടക്കാനൊന്നും സമയമില്ല. ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. പപ്പ ബിനോയങ്ങളെ കണ്ട് ഞങ്ങളുടെ കാര്യം ഒന്ന് സെറ്റിലാക്കി വെക്കണം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കണ്ണാപ്പികൾ വന്ന് അവളെ അങ്ങ് അടിച്ചോളൂ. ഞാൻ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കന്റെ കാര്യം എങ്ങനെയാണ് ബിനോയോട് പറയും? നീ അമേരിക്ക പോകുന്ന പറഞ്ഞത് സത്യമാണോ? പപ്പ 100%. പപ്പയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ബിനോയോട് സംസാരിക്കും. മതി, അത് മതി. പിന്നെ ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഒരു കാര്യം കൂടെ പപ്പയോട് പറയും. അതും കൂടെ അങ്ങ് സെറ്റിലാക്കി കൊടുത്തേക്കാം. അതിന് എന്തോ കുട്ടാപ്പി ഇങ്ങോടാ. ചെറുക്കന് മുന്നിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറയരുത്. പപ്പ എന്നെ പോലെ ഒരു കേസ് കെട്ടി പെട്ട് കിടക്കുക ഇവന്. പപ്പ ഇവന്റെ കാര്യം കൂടെ ഒന്ന് സെറ്റിലാക്കി കൊടുക്കും. നിരഞ്ജന KP, അതാണ് അവളുടെ പേര്. എന്റെ ദൈവമേ, പപ്പ വിഷമിക്കണ്ട. ഞാൻ അമേരിക്കയിൽ പോയി സെറ്റിലായ ഉടൻ ഇവനെ ഞാൻ അക്കരെ നടത്തും. പിന്നെ പപ്പയുടെ കാര്യം 70ാം വയസ്സ് മുതൽ പപ്പ ഒരു അമേരിക്കൻ പൗരനായിരിക്കും. മക്കളെ നിങ്ങൾ പറയുന്നതൊക്കെ സത്യമായിരിക്കും. പക്ഷെ അദ്ദേഹം ഇത് അറിഞ്ഞ ഞങ്ങൾക്ക് ഒരു കുന്തവും ഇത്രയും കാലം അദ്ദേഹം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഓരോ കാര്യവും മുടക്കി. ഇനി അത് നടക്കത്തില്ല. എടാ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഇത് പറയാനുള്ള ത്രാണി എനിക്കില്ല. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ആൾ ചങ്ക് പൊട്ടി വരച്ചു പോകും. അദ്ദേഹം എടാ മോനെ, സത്യമായിട്ടും അച്ഛനൊന്നും അറിയത്തില്ല. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മോനൂടെ ഉണ്ടായി, അത് ഞാൻ ക്ഷമിച്ചു. ഞാൻ കല്യാണം കഴിച്ച എനിക്ക് മോനുണ്ടാവേണ്ട പ്രായത്തിൽ നിങ്ങൾക്ക് ഒരു മോനൂടെ ഉണ്ടായി, അതും ഞാൻ ക്ഷമിച്ചു. പക്ഷെ ഇത് ഞാൻ ക്ഷമിക്കത്തില്ല. ഇയാള് ക്ഷമിക്കണ്ട. എടാ നിന്റെയൊക്കെ പെമ്പിള്ളാറ് വീട്ടിൽ ചെന്നിട്ട് നീയൊക്കെ 6 പിഴകളാന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുക. താൻ കൂടുതലൊന്നും പറയേണ്ട ഒരാവശ്യമില്ല. തന്റെ അനിയന്മാരാണെന്ന് അറിയുമ്പോഴേ സംഭവം കലങ്ങിക്കും. എടാ മോനെ, എന്റെ ലീലാമ്മയുടെ ആഗ്രഹം ഞങ്ങൾക്ക് ഒരൊറ്റ പുത്രം മതിയെന്നായിരുന്നു. പക്ഷെ നിനക്കൊരു 10-18 വയസ്സായപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നീ ഒരു ഗുണമല്ലാത്തവനാണ്. അതുകൊണ്ടാണ് 2ാമത്തെ 3ാമത്തെ ഉദ്യമത്തിൽ ഞാൻ മുതിർന്നത്. പപ്പ ഇതൊക്കെ ഒരു റീസൺ ആണ് പപ്പ. ഈ പേട്ടിറക്കന്മാരെ വാക്കും കേട്ടിട്ട് പപ്പ ഇത് എന്തോന്നുള്ള പുറപ്പാടാ. എടാ നീ ഇത്ര തുള്ളേണ്ട കാര്യമൊന്നുമില്ല. അവന്മാർക്കൊരു ഇഷ്ടം ഉണ്ടായിട്ട് അവന്മാർ രണ്ടുപേരും എന്നോട് മാന്യമായിട്ട് വന്ന് പറഞ്ഞു, എടാ 9ലും 6ലും പഠിക്കുന്നവരായിട്ട് അവന്മാർ എനിക്ക് ഓഫർ ചെയ്തിരിക്കുന്ന അമേരിക്കൻ സിറ്റിസൺഷിപ്പാണ്. നീ ഇവിടുന്ന് മാവേലിക്കര വരെ പോണെങ്കിൽ വണ്ടിക്കൂടിക്ക് 12 രൂപ എന്റെ പോക്കറ്റിൽ തരും. അമേരിക്കയിൽ നിന്ന് കേട്ടപ്പോ മാവേലിക്കരി നിങ്ങൾക്ക് പുച്ഛം. എനിക്കൊരു ജോലി ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത്. എന്നൊരു കാര്യം കേട്ടു, ഇന്നു മുതൽ ഞാൻ ഒരു ജോലിക്ക് പോവാം. ഏത് കമ്പനിയുടെ മോനെ? പപ്പ തന്നെ ഇയാള് കരോളോളാൻ പോവാ. ഇയാളാ പാപ്പാജി. അങ്ങനെ പുച്ഛിക്കല്ലേ, 400 രൂപ റൊക്കം കൈ കിട്ടും. ഒരു കാര്യം പറയാം, എന്റെ നിരഞ്ജന KPയുടെ വീട്ടിലും ചേട്ടന്റെ സേറജിയുടെ വീട്ടിലും പോയി തുള്ളി ഞങ്ങളെ കാണാൻ. എനിക്കറിയാം ഉള്ളു പടഞ്ഞിട്ട് അദ്ദേഹം പോകുന്നു. അദ്ദേഹം ഒരു 50 രൂപ കടന്നു പിടിക്കാൻ തിരിച്ചു. കൊച്ചു